ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും സന്തോഷിക്കാനായിട്ട് ഓരോ കാരണങ്ങളാണല്ലോ, ഓരോ സാഹചര്യങ്ങളാണല്ലോ. ഇപ്പോൾ പങ്കാളികളെ സംബന്ധിച്ച് വീടെന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ഓരോ സമയത്തും ഓരോ ഊർജ്ജമാണ്. അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ മുറികളും സ്പേസും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആഹാരം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അടുക്കള, ശരീരം വൃത്തിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബാത്റൂം, അതുപോലെ റിലാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പറ, അങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ സ്പേസ് ആണല്ലോ. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ ഇതായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഊർജ്ജമായിരിക്കും നമ്മളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ സമയത്തും പങ്കാളികൾ എങ്ങനെ പെരുമാറണം, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങൾ വെറുതെ ആണെങ്കിലും ബാത്റൂമിലൊന്ന് കയറി നോക്കിക്കേ, മൂത്രം ഒഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും തിന്നാനും കുടിക്കാനും തോന്നും. അതുപോലെ നല്ല ഭക്ഷണത്തിൻ്റെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ അത് കഴിക്കാനായിട്ട് തോന്നും. അപ്പം ചില സാഹചര്യങ്ങൾ, ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ സ്പേസ് പോലെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഒരു സ്പേസ് ഉണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്, പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളികൾ. അപ്പം കിടപ്പറയിലേക്ക് പോകുന്നതിന് കുറച്ച് സമയം മുമ്പ് മനസ്സുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. പങ്കാളികളുമായിട്ട് ഇടയ്ക്കൊക്കെ ബന്ധപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് മുഴുവൻ ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. ഓരോ ദിവസവും നമുക്ക് ഓരോ പ്രശ്നങ്ങളാണല്ലോ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ, വ്യക്തിബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവായിട്ടുള്ള എല്ലാ ഫയലുകളും ക്ലോസ് ചെയ്തിട്ട് വേണം കിടപ്പറയിലേക്ക് എത്താൻ. അതുപോലെ തന്നെ ഈ സമയത്ത് സ്ത്രീകളുടെ ഡ്രസ് കോഡ് വളരെ പ്രധാനമാണ്. ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ഈ രീതിയിൽ ഏറ്റവും ആകർഷണം തോന്നുന്നത് അവരുടെ വസ്ത്രവും പിന്നെ അവരുടെ സ്മെല്ലുമാണ്. ചില പൂക്കളുടെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അത് ഈ സമയത്ത് വളരെ ഇഫക്റ്റീവാണ്. ചില പുരുഷന്മാർ പറയാറുണ്ട്, ഭാര്യമാരോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ വികാരപരമായിട്ടൊരു താല്പര്യക്കുറവുണ്ട്. എന്നാൽ അന്യ ചില സ്ത്രീകളോട് അവർക്ക് കൂടുതലായിട്ട് ആകർഷണം തോന്നുന്നുണ്ട്. പുരുഷനെ സംബന്ധിച്ച് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന സ്ത്രീകളോട്, സെൽഫ് കെയർ ചെയ്യുന്നവരോട് ഒരു ആകർഷണം തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ വികാരമുണ്ടെന്ന് തോന്നുന്നവരോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. ഇതിന് പകരമായിട്ട് മറ്റ് പല ഫയലുകളും നമ്മുടെ മനസ്സിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ ആകെ കുളമാവും. എപ്പോഴും ചില കുറ്റപ്പെടുത്തലുകൾ, വിമർശനങ്ങൾ, പരാതികൾ, പരിഭവങ്ങൾ, ഇതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, അപ്പം അതിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. ഏത് രീതിയിൽ കൂടി അവിടേക്ക് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ അതിനെ കൂടുതലും ആനന്ദമാക്കുന്നത് ഇടയിൽ കാണുന്ന സ്ഥലങ്ങൾ, ആൾക്കാർ, കാഴ്ചകൾ ഒക്കെയാണല്ലോ. അല്ലാതെ എങ്ങനെയെങ്കിലും നമ്മളങ്ങ് കഷ്ടപ്പെട്ട് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതല്ലല്ലോ അതിൻ്റെ ഒരു രസമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണ സംസാരിക്കുന്ന സബ്ജക്റ്റുകളും ടോപ്പിക്കുകളും അല്ലല്ലോ ഈ സമയത്ത് സംസാരിക്കുന്നത്. മറ്റെന്തെങ്കിലുമൊക്കെ എടുത്തിടണം. നമ്മുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ, നോട്ടം, അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആഘോഷങ്ങൾക്കിടയിലായാലും ഭക്ഷണം കഴിക്കുമ്പോൾ ചിരിച്ച് സന്തോഷമായിട്ടല്ലേ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്റ്റിക്ക് ഐസ്ക്രീം ഇങ്ങനെ ഇഷ്ടത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ സംസാരിക്കേണ്ടത്. ഇടയ്ക്കിങ്ങനെ കടിച്ചു തിന്നിട്ട് അതിൻ്റെ രുചിയെക്കുറിച്ച് പുകഴ്ത്തി പറയാം. ചില ഐസ്ക്രീമൊക്കെ നമുക്ക് ഒരെണ്ണം തിന്നാൽ മതി, നമ്മുടെ എല്ലാ വിശപ്പും മാറും, ശരിയല്ലേ? അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തമാശ പറയണം, ചിരിക്കണം. അല്ലാതെ കുറേ ടെൻഷൻ അടിച്ചിട്ടാണ് ഈ ഐസ്ക്രീമൊക്കെ തിന്നുന്നതെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാനൊക്കത്തില്ല. മനസ്സ് ടോട്ടലി ഫ്രീ ആണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടോട്ടലി ഒരു സന്തോഷമുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ വീണ്ടും ആഘോഷങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ എല്ലാ മനുഷ്യർക്കും ചില പോരായ്മകൾ കാണും, ചില നെഗറ്റീവ് കാര്യങ്ങൾ കാണും നമ്മുടെ നോട്ടത്തിൽ. അതൊന്നും ഈ സമയത്ത് എടുത്തിടരുത്, അല്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കരുത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് മനസ്സാണ്. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ ഓവർ കോൺഷ്യസ് ആയിട്ട് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് തോന്നും. അതുകൊണ്ട് ഏത് രീതി ചെയ്താലും ഒരു ഈസിനെസ് ഫീൽ ചെയ്യണം. ഇപ്പോൾ ഒരാളൊരു കാര്യം പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ നർത്തകി സ്റ്റേജിൽ ഒരു ഡാൻസ് ചെയ്യുന്നു, അവർ ഓവർ കോൺഷ്യസ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിലേ, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് വെക്കുന്നതെങ്കിലേ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അത് ആസ്വദിക്കുന്ന ആക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്കതിനകത്തൊരു ഈസിനെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണം.
അതുപോലെ തന്നെ പാട്ടുകാർ പാട്ട് പാടുമ്പോൾ വളരെ ഈസി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ സന്തോഷമായിട്ടാണ് പാടുന്നതെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. അതേസമയം ഈ പാടുന്ന ആൾ വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് പാടുന്നതെങ്കിൽ അല്ലെങ്കിൽ ടെൻഷൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ ശരിക്കും നമുക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് പങ്കാളികളെ സംബന്ധിച്ച് സംതൃപ്തിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ പുരുഷന് തൃപ്തി വന്നോ ഇല്ലയോ എന്ന് ഈസിയായിട്ട് അറിയാൻ പറ്റും. പക്ഷേ സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവർക്ക് തൃപ്തി കിട്ടിയെങ്കിലേ പുരുഷനൊരു സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ ഇതിനകത്ത് കൂടുതൽ തോന്നത്തുള്ളൂ കേട്ടോ. പക്ഷേ അതിനും അതിൻ്റേതായ ചില രീതികളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് ചില കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു, കാത്തിരിക്കുന്നു. ഇതൊക്കെ തന്നെ രസകരമായ അനുഭവമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ റൂമിൽ ചെല്ലുന്നതിന് മുൻപേ തന്നെ മനസ്സുകൊണ്ട് പല കാര്യങ്ങളും സങ്കല്പിക്കാനുണ്ട്. അതുപോലെ സങ്കല്പിക്കുന്നതിനകത്തൊരു വിഷമവും വേണ്ട കേട്ടോ. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് പോലും അറിയാനൊക്കത്തില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന്. ഈ സമയത്ത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ സങ്കല്പിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അതുപോലെ ഇതിനകത്ത് എന്ത് ഫാൻറ്റസി കണ്ടാലും ഒരു കുറ്റബോധവും വേണ്ട. കാരണം ഇത് മനസ്സിൻ്റെ ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ പങ്കാളികളാണെങ്കിലും അവർക്കിഷ്ടപ്പെട്ട ആരെയെങ്കിലും ആയിരിക്കും ഈ സമയത്ത് സങ്കല്പിക്കുന്നത്. അപ്പം മനസ്സ് പല കാര്യങ്ങളും ഇതിനകത്ത് മടുപ്പ് വരാതിരിക്കാനായിട്ട് ചെയ്യാറുണ്ട്. ആക്ച്വലി ഞാൻ ഈ ഓഡിയോ പറയാൻ കാരണം ഇതിനകത്ത് അസംതൃപ്തിയോടെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൂടെ താമസിക്കുന്നവർ, നമ്മളുമായിട്ട് സ്വാധീനമുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്നവർ, ഇവരുടെ ആരുടെയും ജോലിയല്ല നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അത് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ സ്വയം ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ പലരും സംതൃപ്തിയില്ലാത്തതിന് മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി അവസാനിപ്പിച്ചിട്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിയണം. അതിനുവേണ്ടി സ്വയം നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെ കൂടുതലായിട്ട് ഒരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആകർഷണം കൂട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ആകർഷണം കൂട്ടുന്നത് മറ്റുള്ളവരെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനല്ല, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ ആരോഗ്യപരമായ കാര്യവും സൗന്ദര്യപരമായ കാര്യവും നമ്മുടെ കൂടെ താമസിക്കുന്നവർ പോലും നമുക്ക് ചെയ്തു തരത്തില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യമായിട്ട് മാറുന്നു. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.